ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ 1, 2 ആൻഡ് 3 ഡയമെൻഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് ഡിറൈവ് ചെയ്തതായിരുന്നു, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, മുന്നേ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദാറ്റ് മീൻസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഏതൊരു പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത് 3 ബേസിക് പ്രിൻസിപ്പിൾസിനെ കൺസിഡർ ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, പിന്നെ ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, തേർഡ് വൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇവിടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ വോളിയം അപ്രോച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇത്തരം പ്രിൻസിപ്പിൾസിൻ്റെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ വോളിയം അപ്രോച്ച് എന്നുള്ള ഒരു മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. കൺട്രോൾ വോളിയം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോ ഫീൽഡിൽ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഒരു ഡെഫിനിറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിലേക്ക് നമ്മൾ ഈ ബേസിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺട്രോൾ വോളിയം അപ്രോച്ച്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് കാണുന്നുണ്ട്, അതിനെ നമുക്ക് കൺട്രോൾ വോളിയം എന്ന് വിളിക്കാം. അതായത് ഒരു ഫ്ലോ ഫീൽഡ് അല്ലെങ്കിൽ അലോങ് ദ പാസേജ് ഓഫ് ഫ്ലോ നമ്മൾ ഒരു ഡെഫിനിറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? കൺട്രോൾ വോളിയം എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മൾ കൺസിഡർ എ ഫ്ലൂയിഡ് എലമെൻറ്റ്, ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുക സൈസ് dx, dy, dz ഇൻ എക്സ്, വൈ ആൻഡ് സെഡ് ഡയറക്ഷൻ. അപ്പോൾ നോക്കുക, ഒരു ഫ്ലൂയിഡ് എലമെൻ്റ് ഉണ്ട്, അത് എക്സ് ഡയറക്ഷനിൽ അതിൻ്റെ സൈസ് dx ആണ്, വൈ ഡയറക്ഷനിൽ dy ആൻഡ് സെഡ് ഡയറക്ഷനിൽ dz. സെഡ് ഡയറക്ഷനിൽ dz ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി let the velocity components along x, y and z directions be u, v and w respectively. ഇപ്പോൾ നോക്കുക, നമുക്കറിയാം വെലോസിറ്റിയുടെ വെക്റ്റർ നൊട്ടേഷൻ എന്ന് പറയുന്നത് v is equal to ui plus vj plus wk ആണ്. അതിൽ u, v and w are the velocity components in x, y and z directions. I, j and k are the velocity components in unit vectors. അങ്ങനെയാണ് വെലോസിറ്റീൻ്റെ വെക്റ്റർ നൊട്ടേഷൻ. അപ്പോൾ അതിൽ യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻ്റ് ഇൻ എക്സ് ഡയറക്ഷൻ, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻ്റ് ഇൻ വൈ ഡയറക്ഷൻ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻ്റ് ഇൻ സെഡ് ഡയറക്ഷൻ. നോക്കുക, മാസ് റേറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എൻറ്ററിങ് ദ സെക്ഷൻ എ ബി സി ഡി അലോങ് എക്സ് ഡയറക്ഷൻ ഇസ് ഗിവൺ ബൈ റോ ഇൻറ്റു ഏരിയ ഓഫ് ഫേസ് എ ബി സി ഡി ഇൻറ്റു വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് മാസ് റേറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് എന്ന് വിളിക്കും. അതായത് മാസ് ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എ സെക്ഷൻ. ഏതെങ്കിലും ഒരു സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന മാസിൻ്റെ ഒരു മെഷറിനെ നമുക്ക് എന്ത് വിളിക്കാം? മാസ് ഫ്ലോ റേറ്റ് എന്ന് വിളിക്കാം. അതായത് ഒരു സെക്കൻഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന മാസിനെയാണ് മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ മാസ് റേറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മാസ് ഫ്ലോ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതിന് തൊട്ട് മുന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിരുന്നു. എന്തായിരുന്നു? മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി, അതായത് റോ എ വി എന്ന് പറയുന്നത്. അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് ദ സെക്ഷൻ എ ബി സി ഡി. അപ്പോൾ ഇതാണ് സെക്ഷൻ എ ബി സി ഡി എന്ന് പറയുന്നത്. ഇതാണ് എ ബി സി ഡി. ഈ സെക്ഷനിലൂടെ എൻറ്റർ ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഈ സെക്ഷനിലൂടെ എൻറ്റർ ചെയ്യുന്ന മാസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് റോ ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി ഡി. ഈ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെങ്ത്ത് ഡി എക്സ് ആണ്, ഈ ലെങ്ത്ത് വെർട്ടിക്കൽ ലെങ്ത്ത് ഡി സെഡ് ആണ്. ഈ ലെങ്ത്ത് ഡി വൈ, വെർട്ടിക്കൽ ലെങ്ത്ത് ഡി സെഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഡി വൈ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു വെലോസിറ്റി ഇത് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ യു ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കെന്ന് അറേഞ്ച് ചെയ്താൽ റോ ഇൻറ്റു യു ഇൻറ്റു
dy ഇൻറ്റു ഡി സെഡ് എന്ന് എഴുതാം. അതുതന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ദ സെക്ഷൻ എ ബി സി ഡി അലോങ് എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു യു ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ്. അടുത്തതായിട്ട് സിമിലർലി മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ലീവിങ് ദ സെക്ഷൻ ഇ എഫ് ജി എച്ച് അലോങ് ഡയറക്ഷൻ അലോങ് എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡി വൈ ഡി സെഡ്, റോ ഇൻറ്റു യു ഇൻറ്റു ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. അതെന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു സെക്ഷൻ അതായത് ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ഫേസിലൂടെ ഈ ഒരു സെക്ഷനിലൂടെ എൻ്റർ ചെയ്ത മാസ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഈ ഒരു സെക്ഷനിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ആ ഒരു റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റോ ഇൻറ്റു ഡി യു ഇൻറ്റു ഡി വൈ ഡി സെഡ് പ്ലസ് റോ ഇൻറ്റു യു ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ ഇൻറ്റു യു ഇൻറ്റു ഡി വൈ ഡി സെഡ്. അതെന്താണെന്ന് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്തുകൂടെ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലുള്ള മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ റോ യു ഡി വൈ ഡി സെഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ മാസ് ഫ്ലോ റേറ്റ് ഈ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിനകത്ത് കയറി പുറത്തേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്മോൾ എമൗണ്ട് കൂടി. ആ ഒരു സ്മോൾ എമൗണ്ട് ഇൻക്രീസ് ചെയ്തതിന് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസിനെ കാണിക്കുന്ന ടേമാണ് എന്ത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ ഇൻറ്റു യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഫ്ലോ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് ഇതിലൂടെ അകത്തേക്ക് കയറിയ ഫ്ലൂയിഡ് പുറത്തേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് ഒരു സ്മോൾ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസിനെ കാണിക്കുന്ന ടേമാണ് എന്ത്? ഇത്. അപ്പോൾ നമ്മളിവിടേക്ക് നോക്കുക, മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ദ സെക്ഷൻ ഇ എഫ് ജി എച്ച് അലോങ് എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു റോ യു ഇൻറ്റു ഡി വൈ റോ യു ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ ഇൻറ്റു യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് പുറത്തേക്ക് വന്ന മാസ് ഫ്ലോ റേറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു മാസ് ഫ്ലോ എൻ്ററിങ് ദ ഫേസ് എ ബി സി ഡി മൈനസ് മാസ് ഓഫ് ഫ്ലോ ലീവിങ് ദ ഫേസ് ഇ എഫ് ജി എച്ച്. അതായത് ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള മാസ് ഫ്ലോ റേറ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ഫ്ലോ എൻ്ററിങ് ദ ഫേസ് എ ബി സി ഡി. അപ്പോൾ നമുക്കറിയാം മാസ് ഓഫ് ഫ്ലോ എൻ്ററിങ് ദ ഫേസ് എ ബി സി ഡി എന്താണ്? റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ആണ്. അടുത്തത് മൈനസ് മാസ് ഓഫ് ഫ്ലോ ലീവിങ് ദ ഫേസ് എ ബി സി ഡി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? റോ യു ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി ബൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ബ്രാക്കറ്റിലിടുക റോ യു ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഡി എക്സ്. അതിന് നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ റോ യു ഡി വൈ ഡി സെഡ് എന്നുള്ള ഈ ടേമും മൈനസ് റോ യു എന്നുള്ള ഡി വൈ ഡി സെഡ് എന്നുള്ള ഈ ടേം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്ത് തന്നെ പഠിക്കുക, എന്നാൽ ഇത് തെറ്റിപ്പോവില്ല. നമ്മൾ കാണാതെ പഠിച്ചു പോയാൽ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെറിവേഷൻ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുകയാണെങ്കിൽ ഇത് തെറ്റിപ്പോവില്ല. അപ്പോൾ ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി നമുക്ക് കിട്ടും മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള ഗെയിൻ ഓഫ് മാസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലോ മാസ് ഫ്ലോ അല്ലെങ്കിൽ മാസ് ഓഫ് ഫ്ലോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഡി സെഡ്. സിമിലർലി നെറ്റ് ഗെയിൻ ഇൻ മാസ് റേറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് അലോങ് വൈ ഡയറക്ഷൻ is equal to. അതുപോലെ തന്നെ നമുക്ക് വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഇതേപോലെ നമുക്ക് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാം. അതായത് എക്സ് ഡയറക്ഷനിൽ നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് എക്സ് ഡയറക്ഷനിൽ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഈ രണ്ട് ഫേസുമാണ് നമ്മൾ യൂസ് ചെയ്തത്.
അങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. അതുപോലെ നമുക്ക് വൈ ഡയറക്ഷനിൽ വേണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വൈ ഡയറക്ഷനിൽ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ, അതായത് വൈ ഡയറക്ഷനിലുള്ള ഫ്രണ്ടിലുള്ള ഫേസും അതുപോലെ തന്നെ ബാക്കിലുള്ള ഫേസും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫ്ലോ എങ്ങനെ, ഈ ഫ്രണ്ടിലൂടെ കയറിയിട്ട് പുറത്തൂടെ ലീവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലോ എടുക്കാം. ഇനി അതല്ല സെഡ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ബോട്ടം ഫേസും അതുപോലെ തന്നെ ടോപ്പ് ഫേസും കൺസിഡർ ചെയ്യാം. അതായത് ഫ്ലോ ബോട്ടം ഫേസിലൂടെ എൻ്റർ ചെയ്ത് ടോപ്പിലൂടെ എൻ്റർ ചെയ്ത് ബോട്ടം ഫേസിലൂടെ ലീവ് ചെയ്യുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേഷനൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ മാത്രം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ സിമിലർലി നെറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഗെയിൻ ഇൻ മാസ് ഇൻ വൈ ഡയറക്ഷൻ എന്ന് എഴുതുക, വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ഇതുപോലെ ഇത് എഴുതിയ പോലെ, ഈ ഒരു ഇക്വേഷൻ എഴുതിയ പോലെ തന്നെ നമുക്ക് എക്സ് ഡയറക്ഷനിലാകുമ്പോൾ നമുക്ക് എഴുതാം -∂/∂y ഓഫ് റോ വി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. അതുപോലെ സിമിലർലി നെറ്റ് ഗെയിൻ ഇൻ മാസ് റേറ്റ് ഓഫ് ഫ്ലൂയിഡ് അലോങ് സെഡ് ഡയറക്ഷനിൽ നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു -∂/∂z ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി നോക്കുക, എഴുതി പഠിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എക്സാമിന് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അതുപോലെ തന്നെ സെഡ് ഡയറക്ഷനിലുമുള്ള റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് എഴുതാണ്, അതാണ് നെറ്റ് ഗെയിൻ ഓഫ് മാസസ് ഫ്രം ഓൾ ദ 3 ആക്സസ് ആർ ഗിവൺ ബൈ. അപ്പോൾ നമ്മൾ 3 ഡയറക്ഷനിലുള്ളത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എഴുതി, അതാണ് നെറ്റ് ഗെയിൻ ഓഫ് മാസസ് ഇൻ ഓൾ ദ 3 ഡയറക്ഷൻ അല്ലെങ്കിൽ ഓൾ ദ 3 ആക്സസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ∂/∂x ഓഫ് റോ യു പ്ലസ് ∂/∂y ഓഫ് റോ വി പ്ലസ് ∂/∂z ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. അപ്പോൾ ഈ 3 ടേമിലും ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉണ്ടാവും. അതിനെ നമ്മളിങ്ങോട്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, മൈനസിനെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത്, ആസ് പെർ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കുഡ് നോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ്. ദെർഫോർ നെറ്റ് ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ്. അപ്പോൾ നോക്കുക, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. അത് പ്രകാരം നമുക്ക് പറയാൻ കഴിയും നെറ്റ് ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ്. ഈ ഒരു ടേം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് എന്ന് പറയുന്നതാണ് നെറ്റ് ഗെയിൻ. അതായത് നമ്മൾ 3 ആക്സിസിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി ഈ ഒരു ഇക്വേഷൻ, വിച്ച് ഇസ് ഈക്വൽ ടു നെറ്റ് ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ ഇതെന്താണ് മീൻ ചെയ്യുന്നത്, ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ടൈം എന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം .T എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ മാസ് എന്താണ്, ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് എലമെൻറ്റ്. അതിൻ്റെ സൈസ് നമുക്കറിയായിരുന്നു dx dy ആൻഡ് വെർട്ടിക്കലി dz. അപ്പോൾ നമുക്ക് മാസ് ∂/∂t ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി നമുക്ക് എഴുതാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ റോ ഇൻറ്റു വോളിയം ഓഫ് ദിസ് ഫ്ലൂയിഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് dx dy dz ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളൊരു ടേം, അതായത് നെറ്റ് ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്ന ടേം എന്താണ്, ∂/∂t ഓഫ് റോ ഇൻറ്റു dx dy dz ആണ്. അതുപോലെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് എന്ന് പറയുന്ന ടേം ഇതാണ്. ഈ ഒരു നമ്മൾ നെറ്റ് കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് നമ്മൾ ഇൻ 3 ഡയമെൻഷൻസ് നമ്മൾ എഴുതി ആ ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ 2 ഇക്വേഷനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഈ 2 ഇക്വേഷനും ഇത് ഈസ് ഈക്വൽ ടു ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Therefore, net increase of mass per unit time in the fluid element should be equal to rate of increase of mass in the fluid element.
അപ്പോൾ നോക്കുക, മാസ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെൻറ്റ് ഞാൻ പറഞ്ഞു റോ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ. റോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ, മാസ് ഇൻറ്റു വോളിയം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഡെൻസിറ്റീനെ നമുക്ക് റോ എന്ന് കൊടുക്കാം. വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് എലമെൻറ്റ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. അടുത്തത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ഫ്ലൂയിഡ് എലമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഈ ഒരു ഇതാണ് മാസ്, ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നെങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ ടി ഓഫ്, ഇതിങ്ങനെയാണ് എഴുതേണ്ടത്, ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. അതാണ് എഴുതിയിട്ടുള്ളത്. ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് അങ്ങനെ എഴുതിയാലും മതി. ദർഫോർ അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ പ്രകാരം ഇവിടെ എന്തായിരുന്നു പറഞ്ഞത്, നെറ്റ് ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ്. അപ്പോൾ ഈ ഒരു ടേം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസിൻ്റെ ഫ്ലൂയിഡ് എലമെൻറ്റാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ടേം അതിനെ നമ്മൾ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ ആദ്യം എഴുതിയ നെറ്റ് ഗെയിൻ എന്ന് പറയുന്ന ആ ഇക്വേഷൻ, അതായത് 3 ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ഇൻക്രീസ് കമ്പൈൻഡ് ചെയ്ത ആ ഒരു ഇക്വേഷൻ ആയിരുന്നു ഇത്. എന്ത്, മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ്. ഇപ്പോൾ നമ്മൾ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തു. രണ്ടിനെ ഇക്വേറ്റ് ചെയ്താൽ നമ്മൾ നോക്കുക, ഈ രണ്ട് സൈഡിലും ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ട് ടേം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി എന്ന് കിട്ടി. അതിനെ നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഈ ഇക്വേഷനൊക്കെ കിട്ടും. ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ദാറ്റ് ഇസ് ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D. അതായത് ഈ ഒരു നമ്മൾ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക, ഈ ഒരു ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ. അതിൻ്റെ ജനറൽ ഫോം ഇതാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ജനറൽ ഫോം ഇതാണ്. ഇവിടേക്കാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്ത് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇനി നോക്കുക, ദ എബോവ് ഇക്വേഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ മുന്നേ കണ്ട ആ ഇക്വേഷൻ ഇസ് ദ ജനറൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ദിസ് ഇക്വേഷൻ വിൽ ബി, അതായത് 3 ഡയമെൻഷനിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ് കണ്ടത്. ദിസ് ഇക്വേഷൻ വിൽ ബി അപ്ലിക്കബിൾ ടു ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഫ്ലോ. അതായത് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷന് നമുക്ക് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, അതുപോലെ തന്നെ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് എത്തിക്കേണ്ടത് ജനറൽ ഇക്വേഷനിലേക്കാണ്. പിന്നീട് ഇതിനെ നമുക്ക് സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ അല്ലെങ്കിൽ കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. നോക്കുക, ഫോർ സ്റ്റഡി ഫ്ലോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അപ്പോൾ നമ്മളിപ്പോൾ മുന്നേ കണ്ട അല്ലെങ്കിൽ ജനറൽ ഇക്വേഷനെ നമുക്ക് സ്റ്റഡി ഫ്ലോയിലേക്ക് വരുമ്പോൾ അതിന് വരുന്ന മാറ്റം എന്താ നോക്കാം. ഫോർ സ്റ്റഡി ഫ്ലോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വിൽ ബി മെൻഷൻഡ് ഹിയർ. അപ്പോൾ നമുക്കറിയാം സ്റ്റഡി ഫ്ലോയുടെ പ്രത്യേകത എന്താണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ദ ഫ്ലോ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് ഇവിടെ നമുക്ക് ഡെൻസിറ്റി ഡോറോ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്ലോ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിക്ക് സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അതായത് നമ്മൾ ഈ ഇക്വേഷനിൽ ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലോ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ
ആ ഒരു ടേം ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ബാക്കിലേക്ക് മറിച്ച് നോക്കുക. നോട്ട്ബുക്കിൽ സ്റ്റഡി ഫ്ലോ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ഡെഫിനിഷൻ എങ്ങനെ ഉണ്ടാവും? ദ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്ലോ പാരാമീറ്റേഴ്സ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം അറ്റ് എ പോയിൻറ്റ് ഇൻ എ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിറൈവ് എടുത്ത ആ ജനറൽ ഇക്വേഷൻ ഫോർ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഡോ റോ ബൈ ഡോ ടി എന്നുള്ള ടേം ഇവിടെ 0 ആയി, കാരണം സ്റ്റഡി ഫ്ലോ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഇൻ ദ കേസ് ഓഫ് എ സ്റ്റഡി ഫ്ലോ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വിൽ ബി മെൻഷൻഡ് ഹിയർ. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി ഫ്ലോ ആണ്, പക്ഷേ നമ്മൾ ഫ്ലൂയിഡ് ഇൻകംപ്രസിബിളും കൂടെ ആണെങ്കിൽ, ഇപ്പോൾ സ്റ്റഡി ഫ്ലോ ആകുമ്പോൾ ഈ ടേം ഡോ റോ ബൈ ഡോ ടി എന്നുള്ള ടേം വിൽ ബി 0. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ നമുക്കറിയാം, ഒരു ഫ്ലോ ഇൻകംപ്രസിബിൾ ഫ്ലോ ആകുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡെൻസിറ്റി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. സോ നമുക്കിവിടെ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റഡി ഫ്ലോയുടേത് ഇക്വേഷൻ കിട്ടി. ഇനി അത് ഇൻകംപ്രസിബിളും കൂടെ ആകുമ്പോൾ ഈ ഒരു ഇക്വേഷന് എന്താണ് മാറ്റം വരുന്നത് നോക്കാം. ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ റോ വിൽ ബി കോൺസ്റ്റൻറ്റ്. നമുക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഫ്ലോ ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന ഒരു പോയിൻ്റാണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. സോ ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ റോ വിൽ ബി കോൺസ്റ്റൻറ്റ്, അതായത് ഡെൻസിറ്റി വിൽ ബി കോൺസ്റ്റൻറ്റ്. അങ്ങനെയെങ്കിൽ വി വിൽ ഹാവ് ദ ഫോളോയിങ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ സ്റ്റഡി ഫ്ലോയ്ക്ക് എന്ത് ചേഞ്ച് വരും? അത് ഇൻകംപ്രസിബിളും കൂടെ ആകുമ്പോൾ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ our continuity equation becomes dou u by dou x plus dou v by dou y plus dou w by dou z is equal to 0. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. അതുപോലെ ഈ ഇക്വേഷൻ സ്റ്റഡി ഫ്ലോയ്ക്കുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്, സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്കുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്, അതുപോലെ തന്നെ ജനറൽ ഇക്വേഷൻ ഫോർ കണ്ടിന്യൂറ്റി എന്താണ്, അതെല്ലാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബിക്കംസ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0. എബോ ഇക്വേഷൻ ഇസ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ഇൻ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ 3Dയിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. നമ്മൾ ജനറൽ ഫോം പറഞ്ഞു, സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷന് ചേഞ്ച് വരിക എന്ന് കണ്ടു, സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്ക് എന്താണ് ചേഞ്ച് വരിക എന്ന് കണ്ടു. അപ്പോൾ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്, കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ 3 ഡയമെൻഷനാണ്. അപ്പോൾ ഇനി നമുക്ക് 2 and 1 ഡയമെൻഷനിൽ എന്ത് വരും? ഇനി ഒരു സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഫ്ലോ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ 2 ഡയമെൻഷനിലാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് വരും? ആ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. അതായത് സെഡ് ആക്സിസിന് ഉള്ള ആ ഒരു ടേം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് 0 ആയിട്ട് വരും. ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 വരും. W is equal to, that is velocity component in z direction 0 എന്ന് വരും. ഇനി 1 ഡയമെൻഷൻ ഫ്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ 1 ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ y ഡയറക്ഷൻ v is equal to 0 ആയിരിക്കും. വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ z ഡയറക്ഷൻ w is equal to 0 ആയിരിക്കും. സോ our continuity equation becomes dou u by dou x is equal to 0. അപ്പോൾ ഇത്രയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇത്രയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂറ്റി എക്സാമിന് ഡിറൈവ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ എഴുതി തന്നെ പഠിക്കുക.